ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ടോസ് അക്കാഡമി. 2024 വന്ന കേരള PSCയുടെ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്കുള്ള പോസ്റ്റിന് എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 ഇയേഴ്സിൽ PSC ടീച്ചിങ് ബേസ്ഡ് പോസ്റ്റ് ആണ് വിത്ത് MSc ആൻഡ് BEd ക്വാളിഫിക്കേഷൻ വെച്ച് കണ്ടക്ട് ചെയ്തത്. HSST ബോട്ടണി, HSST സുവോളജി ആൻഡ് VHSC ബയോളജി ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഈ വർഷം നമുക്കായി ഒരു ചാൻസും കൂടെ കിട്ടിയിരിക്കുകയാണ്. സയന്റിഫിക് ഓഫീസർ ബയോളജി ഇൻ ഫോറൻസിക് സയൻസ് ഇൻ കേരള പോലീസ്. സയന്റിഫിക് ഓഫീസർ ബയോളജി ആണ് എക്സാം. സോ നമുക്ക് ബോട്ടണി ആൻഡ് സുവോളജി രണ്ട് സബ്ജക്റ്റും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോസ് അക്കാഡമിയിൽ സയന്റിഫിക് ഓഫീസർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ന്യൂ ബാച്ചസ് ഉടനെ തന്നെ റിലീസും ചെയ്യും. ടോസ് അക്കാഡമിയുടെ സയന്റിഫിക് ഓഫീസർ ബാച്ചിൽ ജോയിൻ ചെയ്യാനും മറ്റ് കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനുമായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സയന്റിഫിക് ഓഫീസർ ബയോളജി ഇൻ ഫോറൻസിക് സയൻസ് സിലബസ് നോക്കിയാൽ നല്ല രീതിയിൽ കണ്ടന്റ് വരുന്ന സിലബസ് ആണ്. നമുക്കറിയാം അതിൽ ബോട്ടണി ആൻഡ് സുവോളജി സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. MSc ബോട്ടണി ആൻഡ് MSc സുവോളജി സിലബസിലെ ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ്സ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സിലബസ് ആണത്. അപ്പോൾ ബോട്ടണിക്കും സുവോളജിക്കും തുല്യ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് കോമൺ ആയിട്ടുള്ള ടോപ്പിക്സും ഈ രണ്ട് പാർട്ടിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ജെനറ്റിക്സ്, ബയോകെമിസ്ട്രി, മോളിക്കുലാർ ബയോളജി, സെൽ ബയോളജി, എക്കോളജി പോലുള്ള ടോപ്പിക്സ് രണ്ട് സിലബസിലും ഒരേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുമുണ്ട്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ടൈം സ്ട്രാറ്റജിക് ആയി പ്രിപ്പയർ ചെയ്യുക. ഡിലേ ചെയ്യാണ്ട് തന്നെ പ്രിപ്പറേഷൻസ് നടത്തേണ്ടതാണ്. അത് വളരെ ഇമ്പോർട്ടന്റുമാണ്. അതിനായി ടോസ് അക്കാഡമിയുടെ സയന്റിഫിക് ഓഫീസർ കോച്ചിങ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോ ടോസ് അക്കാഡമിയുടെ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡെയിലി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് ആണ്. ടോസ് അക്കാഡമിയുടെ ആപ്പിലാണ് ക്ലാസ്സസ് വരുന്നത്. നിങ്ങളുടെ ടൈം അനുസരിച്ച് എക്സാം ഡേറ്റ് വരെ ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ലൈവ് ഡിസ്കഷൻ ക്ലാസ്സസും ഇൻക്ലൂഡഡ് ആണ്. PDF സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും തരുന്നതാണ്. വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡയറക്റ്റ് ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റീസ് എപ്പോഴും ആക്റ്റീവ് ആണ്. എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മോഡൽ എക്സാംസും അതിനോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് റിവിഷൻ ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ടോസ് അക്കാഡമിക്ക് ഓപ്പൺ ടു പബ്ലിക് ടെലിഗ്രാം ഗ്രൂപ്പും ഉണ്ട്. ഡെയിലി ക്വിസസ് അതേപോലെ തന്നെ ഷോർട്ട് ടോപ്പിക്സും ഡിസ്കഷന് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. സയന്റിഫിക് ഓഫീസർ മെയിൻ ലിസ്റ്റിൽ തന്നെ നിങ്ങളെ എത്തിക്കാൻ ടോസ് അക്കാഡമി റെഡിയാണ്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ന് ടോസ് അക്കാഡമിയുടെ സയന്റിഫിക് ഓഫീസർ ബയോളജി പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സയന്റിഫിക് ഓഫീസർ ബയോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് PG ലെവൽ PSC എക്സാംസിൽ നിന്നും ഒക്കെയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പോണന്റ് ഇസ് ആബ്സെന്റ് ഇൻ ദ സെൽ വോൾ ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൽ ആബ്സെന്റ് ആയിട്ടുള്ള കോമ്പോണന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. N-acetyl മ്യൂറാമിക് ആസിഡ് ഉണ്ട്, N-acetyl ഗ്ലൈക്കോസമീൻ, ലിപ്പോപോളിസാക്കറൈഡ് ആൻഡ് തീക്കോയിക് ആസിഡ് ഇസ് ദ ഓപ്ഷൻ. സോ നമ്മളിവിടെ ഈ ഡയഗ്രമിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെയും സെൽ വോൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ കാണാം. ഈ പെപ്റ്റിഡോഗ്ലൈക്കന്റെ കോമ്പോണന്റ് ആണ് N-acetyl മ്യൂറാമിക് ആസിഡ് ആൻഡ് N-acetyl ഗ്ലൈക്കോസമീൻ. ഇനി അടുത്തത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ലിപ്പോപോളിസാക്കറൈഡ് ആണ്. അതും ഗ്രാം നെഗറ്റീവ് സെൽ വോളിൽ പ്രസന്റ് ആണ്. ബട്ട് ഇവിടെ തീക്കോയിക് ആസിഡ് ഉണ്ട്. തീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് സെൽ വോളിലാണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിൽ അല്ല കാണുന്നത്. അപ്പോ തീക്കോയിക് ആസിഡ് ഇസ് ആബ്സെന്റ് ഇൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സെൽ വോൾ. തീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ആനയോണിക് പോളിമർ ആണ്. നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വോളിലാണ് കാണുന്നത്. ദാറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിഗ്ലിസറോൾ ഫോസ്ഫേറ്റ് യൂണിറ്റ്. ആൻഡ് നമ്മുടെ ബാക്ടീരിയ അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് സെൽ മോർഫോളജി കൊടുക്കാനും സെൽ ഡിവിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോമ്പോണന്റ് ആണ് ഈ തീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്. തീക്കോയിക് ആസിഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ ആണുള്ളത്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ ആബ്സെന്റ് ആണ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, തീക്കോയിക് ആസിഡ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കൗണ്ടർ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക് ഇസ്. അപ്പൊ നമുക്ക് ക്രിസ്റ്റൽ വയലറ്റ്, സാഫ്രാനിൻ, ഗ്രാംസ് അയോഡിൻ ആൻഡ് അസിറ്റോൺ ആണ് ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. എന്താണ് ഈ കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ സ്റ്റെയിൻ ആണ് പ്രിൻസിപ്പൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ സ്റ്റെയിനിന്റെ കോൺട്രാസ്റ്റിംഗ് കളറോട് കൂടി വരുന്ന ഒരു സ്റ്റെയിൻ ആണ് കൗണ്ടർ സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഓരോ കോമ്പോണന്റും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി, ഡിഫറെന്റ് കളറിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റെയിനിങ്ങും കൗണ്ടർ സ്റ്റെയിനിങ്ങും ചെയ്യുന്നത്. ഈ ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സിൽ നമുക്ക് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. അതിൽ നമ്മൾ പ്രിൻസിപ്പൽ സ്റ്റെയിനിങ്, മോർഡന്റ് അഡീഷൻ, ഡീകളറൈസേഷൻ ആൻഡ് കൗണ്ടർ സ്റ്റെയിനിങ് ആണ് 4 സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റെയിനിങ് ആണ്. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രിൻസിപ്പൽ സ്റ്റെയിനിങ് ആണ് ക്രിസ്റ്റൽ വയലറ്റ്. അതിനുശേഷം ഒരു മോർഡന്റ് ആഡ് ചെയ്യും. മോർഡന്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഡൈ ടിഷ്യൂലേക്ക് അല്ലെങ്കിൽ എന്തിനാണോ സ്റ്റെയിൻ ചെയ്യുന്നത് അതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഫിനിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മോർഡന്റ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങിലെ മോർഡന്റ് എന്ന് പറയുന്നത് ഗ്രാംസ് അയോഡിൻ ആണ്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ വയലറ്റ് പ്രിൻസിപ്പൽ സ്റ്റെയിൻ ആണ്, ഗ്രാംസ് അയോഡിൻ മോർഡന്റ് ആണ്. ഇനി ഡീകളറൈസേഷൻ. ഡീകളറൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ വയലറ്റ് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡീകളറൈസേഷൻ പ്രോസസ് ഉള്ളത്. അതിന് നമ്മൾ അസിറ്റോൺ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കഹോൾ ആണ്. ഇവിടെ ഡീകളറൈസേഷൻ ആണ് അസിറ്റോൺ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് കൗണ്ടർ സ്റ്റെയിനിങ് ആണ്. കൗണ്ടർ സ്റ്റെയിനിങ് ചെയ്യുന്നത് സാഫ്രണിൻ യൂസ് ചെയ്തിട്ടാണ്. സോ ഹിയർ ദ കൗണ്ടർ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക് ഇസ് ഓപ്ഷൻ ബി, സാഫ്രണിൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് among the following is a ടോട്ടോണിം. ടോട്ടോണിം എന്ന് പറയുമ്പോൾ ഒരു സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ഒരു ബൈനോമിയൽ നെയിമിൽ സ്പീഷീസ് അതേപോലെ ജീനസ് നെയിം സെയിം ആണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ടോട്ടോണിം. സെയിം ജീനസ് ആൻഡ് സ്പീഷീസ് നെയിം ആണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ടോട്ടോണിം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ മാൻജിഫറ ഇൻഡിക്ക, മാൻജിഫറ ജീനസ് നെയിം ആണ് ആൻഡ് ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പീഷീസ് നെയിം ആണ്. ഇവിടെ രണ്ടും ഡിഫറെന്റ് അല്ലേ? മാൻജിഫറ, ഇൻഡിക്ക രണ്ടും ഡിഫറെന്റ് നെയിംസ് ആണ്. അപ്പൊ അതൊരു ടോട്ടോണിം അല്ല. ഒറൈസ സെറ്റൈവ, ഇവിടെയും ജീനസ് നെയിമും സ്പീഷീസ് നെയിമും വേറെ വേറെയാണ്. ഒറൈസ നിവാരയിലും സെയിം ഡിഫറെന്റ് ആണ്. ജീനസ് ആൻഡ് സ്പീഷീസ് നെയിം രണ്ടും രണ്ടാണ്. മാലസ് എടുത്തു കഴിഞ്ഞാൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും സെയിം ആണ്. സോ ഹിയർ കം ദ ടോട്ടോണിം. മാലസ് ഇസ് എ ടോട്ടോണിം. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇസ് ലൊക്കേറ്റഡ് ഇൻ ഹൗറ, ലക്നൗ, ചെന്നൈ ആൻഡ് ഹരിയാന. ഈ പറയുന്ന ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുന്നതിന് മുന്നേ അറിഞ്ഞിരുന്നത് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ കൽക്കത്ത ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നാണ്. അത് ഷിപ്പൂർ എന്ന് പറയുന്ന ഹൗറാഹ്, കൊൽക്കത്തയുടെ അടുത്തുള്ള ഹൗറാഹിലാണ് ഈ പറയുന്ന ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉള്ളത്. And this was previously known as Royal Botanical Garden, Kolkata. അപ്പോൾ ഈ ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഹോറാഹിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which among the following is an alkaloid? ആൽക്കലോയിഡ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാംഫറോൾ, ക്യൂർസെറ്റിൻ, കാറ്റ്ചീൻ ആൻഡ് മോർഫിൻ ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം കാംഫറോൾ എന്ന് പറയുന്നത് ഒരു ഫ്ലാവനോൾ ആണ്. ഫ്ലാവനോൾ ബേസിക്കലി നമ്മുടെ തേയില, ടീ, ബീൻസ്, ബ്രക്കോളി, സ്ട്രോബെറിയിലൊക്കെ കാണുന്ന ഒരു ഫ്ലാവനോൾ ആണ് ഈ പറയുന്ന കാംഫറോൾ എന്ന് പറയുന്നത്. അടുത്തത് ക്യൂർസെറ്റിൻ ആണ്. ക്യൂർസെറ്റിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് പിഗ്മെന്റ് ആണ്. ദാറ്റ് ഇസ് എ ഫ്ലാവനോയിഡ്. ഫ്ലാവനോയിഡ് ആണ്. ബേസിക്കലി ഗ്രേപ്സ്, ഓണിയൻ, ബെറീസ്, ചെറീസ്, സിട്രസ് ഫ്രൂട്ടിലൊക്കെ കാണുന്ന ഒരു ഫ്ലാവനോയിഡ് ആണ് ഈ പറയുന്ന ക്യൂർസെറ്റിൻ. ആൻഡ് കാറ്റ്ചീൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഒരു പോളിഫീനോളിക് കോമ്പൗണ്ട് ആണ്. പോളിഫീനോൾ ആണ് ഈ പറയുന്ന കാറ്റ്ചീൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡിഫറെന്റ് മെഡിസിനൽ പ്ലാന്റ്സ് ലൈക്ക് നമ്മുടെ ടീയിലുണ്ട്, ലെഗ്യൂംസിലുണ്ട്, അതേപോലെ റൂബിയേസിയ ഫാമിലി മെമ്പേഴ്സിലൊക്കെ കാണുന്ന ഒരു കോമ്പോണന്റ് ആണ് കാറ്റ്ചീൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മോർഫിൻ ആണ്. മോർഫിൻ ഇസ് ആൻ ആൽക്കലോയിഡ്. അത് ഒരു ഒപ്പിയേറ്റ് ആൽക്കലോയിഡ് ആണ്. ഒപ്പിയത്തിൽ നിന്നാണ് മോർഫിൻ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ കളറിലെ റെസിൻ ആണ് ഈ പറയുന്ന മോർഫിൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, മോർഫിൻ. നൗ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.
From a crime scene, the following samples were obtained. Identify the most suitable sample for DNA profiling. പ്ലേറ്റ്ലെറ്റ്, എറിത്രോസൈറ്റ്, ല്യൂക്കോസൈറ്റ്സ് ആൻഡ് സെറം. നമുക്ക് ഒരു ക്രൈം സീനിൽ നിന്നും പ്ലേറ്റ്ലെറ്റും എറിത്രോസൈറ്റും ല്യൂക്കോസൈറ്റും സെറമും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ DNA പ്രൊഫൈലിങ്ങിന് ഏത് കോമ്പോണന്റ് ആണ് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. DNA പ്രൊഫൈലിങ്ങിന് DNA ഫിംഗർ പ്രിന്റിംഗ്, DNA ടൈപ്പിംഗ് എന്നൊക്കെ പറയും. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനോടൊപ്പം തന്നെ മറ്റ് ഓർഗാനിസങ്ങളിൽ നിന്നും ഈ പറയുന്ന സാമ്പിളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് DNA പ്രൊഫൈലിംഗ് ചെയ്യുന്നത്. ബേസിക്കലി ഡിസ്റ്റിങ്വിഷിങ് ഫ്രം അതർ ഇൻഡിവിജ്വൽസ്. അപ്പോൾ നമുക്ക് DNA പ്രൊഫൈലിംഗ് ചെയ്യാനായിട്ട് എന്ത് വേണം? DNA വേണം. ഈ പറയുന്ന സാമ്പിളുകളിൽ നിന്നും പ്ലേറ്റ്ലെറ്റിനും എറിത്രോസൈറ്റിനും സീറത്തിനും DNA ഇല്ല. ല്യൂക്കോസൈറ്റ് എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്, ല്യൂക്കോസൈറ്റിസ് വൈറ്റ് ബ്ലഡ് സെൽസിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. ന്യൂക്ലിയസിന്റെ അകത്താണ് DNA ഉള്ളത്. സോ ല്യൂക്കോസൈറ്റ് ഇസ് ദ only sample that can be used for DNA profiling. So the answer is option C. അടുത്ത ക്വസ്റ്റ്യൻ, in fish fluorescent dyes were tagged to probe for identification. Identify such dye. ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ ആണ്. അത് DNA സീക്വൻസിന്റെ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് DNA സീക്വൻസിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ റീജിയൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ, ഒരു പെർട്ടിക്കുലർ ജീൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫിഷ്. ഇവിടെ നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജീൻ മാപ്പിംഗ് അല്ലെങ്കിൽ നോവൽ ഓൺഗോ ജീനിന്റെ പ്രസൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷൻ യൂസ് ചെയ്യാം. ഫ്ലൂറസെന്റ് ഇൻസിറ്റു ഹൈബ്രിഡൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡൈ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡിജിയോക്സിജിനിൻ, എത്തിഡിയം ബ്രോമൈഡ്, തയാസോൾ ഓറഞ്ച് ആൻഡ് ഹൊമീഡിയം ബ്രോമൈഡ് ആണ് ഉള്ളത്. ഡിയോക്സിജിനിൻ എന്ന് പറയുന്നത് ഒരു പ്രോബാണ്, ഫ്ലൂറസെന്റ് പ്രോബാണ്. അത് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഡൈ ആണ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ് എ ഹയർ റെസൊല്യൂഷൻ വെൻ ബൈൻഡ് ടു ദി DNA-യിലേക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഹയർ റെസൊല്യൂഷൻ, അതേപോലെ നല്ലൊരു റേഡിയോ ലേബിൾഡ് പ്രോബാണ് ഡിജിയോക്സിജിനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ ഇറ്റ് ക്യാൻ ബി ഡിജിയോക്സിജിനിൻ. പിന്നെ എത്തിഡിയം ബ്രോമൈഡ് ഉണ്ട്. എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്നത് ഒരു നോൺ റേഡിയോ ആക്റ്റീവ് മാർക്കർ ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വിഷ്വലൈസേഷൻ ഓഫ് ന്യൂക്ലിക് ആസിഡ് ഇൻ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസിൽ നമ്മുടെ ന്യൂക്ലിക് ആസിഡിൽ ബൈൻഡ് ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡൈ ആണ് എത്തിഡിയം ബ്രോമൈഡ്. അത് നോൺ റേഡിയോ ആക്റ്റീവ് ആണ്, സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്. തയാസോൾ ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെക്ടിക്കുലോസൈറ്റ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. RNA-ലേക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് തയാസോൾ ഓറഞ്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഫിഷ്. ഹൊമീഡിയം ബ്രോമൈഡ്. ഹൊമീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു ഡൈ ഇല്ല. ഇത് ഒരു മെഡിസിൻ പോലെ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ ഡ്രഗ് ലൈക്ക് സ്ട്രക്ചർ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ട്രിപ്പാനോസോമൻ ഡിസീസ്, ഈ പറയുന്ന കാറ്റിൽസിലൊക്കെ വരുന്ന ട്രിപ്പാനോസോമൻ ഡിസീസിന് യൂസ് ചെയ്യുന്ന ഒരു കീമോ പ്രൊഫൈലാറ്റിക് മെഡിസിൻ ആയിട്ടാണ് ഈ പറയുന്ന ഹൊമീഡിയം ബ്രോമൈഡിനെ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾസോ കനോട്ട് ബി യൂസ് ഫോർ ഡൈയിങ്. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത് ഡിജിയോക്സിജിനിൻ ആണ്. ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇൻ യൂകാരിയോട്ടിക് ഡ്യൂറിംഗ് DNA replication, DNA polymerase synthesis, Okazaki fragments are formed. These fragments composed of, അപ്പോൾ Okazaki fragments എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര ഫ്രാഗ്മെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ന്യൂക്ലിയോടൈഡ് ഉള്ള ഫ്രാഗ്മെന്റ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Okazaki fragments എന്ന് പറയുമ്പോൾ ഈ ഫ്രാഗ്മെന്റ്സിൽ എത്ര ന്യൂക്ലിക് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Okazaki fragmentൽ 100 to 400 ന്യൂക്ലിയോടൈഡ്സ് ആണുള്ളത്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, നെക്സ്റ്റ് ജനറേഷൻ ആംപ്ലിക്കോൺ സീക്വൻസിംഗ് ഇസ് എ അപ്രോച്ച് ടു ഐഡന്റിഫൈ റയർ വേരിയൻസ്, ജീനോം എഡിറ്റിംഗ്, ബോത്ത് 1 and 2 and none of these. നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ് എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ഓർഗാനിസത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഓർഗാനിസം ഒരു റയർ വേരിയന്റ് ആകാം. നമുക്ക് ജീനോം എഡിറ്റിങ്ങിന് ജീൻ സീക്വൻസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ സീക്വൻസ് അറിയാൻ വേണ്ടിയിട്ടും ഈ നെക്സ്റ്റ് ജനറേഷൻ ആംപ്ലിക്കോൺ സീക്വൻസിങ് യൂസ് ചെയ്യാം. സോ ബി ഇസ് ഓൾസോ കറക്റ്റ്. അപ്പൊ നമുക്ക് എയും ബിയും കറക്റ്റ് ആയതുകൊണ്ട് ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ഇസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ സയന്റിഫിക് ഓഫീസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം സുവോളജി പാർട്ടും ഡിസ്കസ് ചെയ്യാം.
സുവോളജി പാർട്ട് ഡിസ്കസ് ചെയ്യുന്നത് സുവോളജി മിസ് ആണ്. സോ നമുക്ക് ഇനി അടുത്തത് സയന്റിഫിക് ഓഫീസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Now let's start with the first question. Which among the following is an example for cytokinin? സൈറ്റോകൈനിൻ നമുക്കറിയാം ഒരു പ്ലാന്റ് ഹോർമോൺ ആണ്. നമ്മൾക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് സൈറ്റോകൈനിന്റെ എക്സാമ്പിൾ എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഫീനൈൽ അസിറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി ഫോസ്ഫോൺ ഡി, ഓപ്ഷൻ സി ഇസ് ഡൈഹൈഡ്രോസിയാറ്റിൻ ആൻഡ് ഓപ്ഷൻ ഡി ഇസ് 2-methoxy-3,6 ഡൈക്ലോറോബെൻസോയിക് ആസിഡ്. നമ്മൾ ഓപ്ഷൻ എ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫീനൈൽ അസിറ്റിക് ആസിഡ്. ഫീനൈൽ അസിറ്റിക് ആസിഡ് നമുക്കറിയാം ദാറ്റ് ഇസ് ആൻ ഓക്സിൻ, അതായത് ഫീനൈൽ അലാനിൻ ഡിറൈവ്ഡ് ഓക്സിൻ ആണ് നമ്മുടെ ഫീനൈൽ അസിറ്റിക് ആസിഡ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നമുക്കറിയാം ഫോസ്ഫോൺ ഡി ആണ്. ഫോസ്ഫോൺ ഡി എന്താണ്? ഫോസ്ഫോൺ ഡി എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് റിട്ടാർഡന്റ് ആണ്, അതായത് പ്ലാന്റിന്റെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഫോസ്ഫോൺ ഡി. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ട്രൈബ്യൂട്ടൈൽ 2,4-ഡൈക്ലോറോബെൻസൈൽ ഫോസ്ഫോണിയം ക്ലോറൈഡ്, അതായത് പ്ലാന്റിന്റെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ജിബ്രലിൻ എന്ന് പറയുന്ന പ്ലാന്റ് ഹോർമോണിന്റെ ബയോസിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ജിബ്രലിൻ ബയോസിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് ഫോസ്ഫോൺ ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡന്റ്. ഇനി ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഹൈഡ്രോസിയാറ്റിൻ ആണ്. നമുക്കറിയാം എന്താണ് സിയാറ്റിൻ. സിയാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൈറ്റോകൈനിൻ. അപ്പൊ ഡൈഹൈഡ്രോസിയാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാച്ചുറേറ്റഡ് സൈഡ് ചെയിൻ ഉള്ള സിയാറ്റിനെയാണ് ഡൈഹൈഡ്രോസിയാറ്റിൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സിയാറ്റിൻ ബിലോങ് ടു ദി group of cytokinin and main function എന്താണ്? It's to stimulate cell division. Zeatin is an example of cytokinin. ഇനി ഓപ്ഷൻ ഡി എന്താണ്? 2-methoxy-3,6 ഡൈക്ലോറോബെൻസോയിക് ആസിഡ്. അതിനെ ഡൈകാംബ എന്നും പറയും. ഡൈകാംബ എന്ന പേര് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് തോന്നുന്നു. ദാറ്റ് ഇസ് എ ഹെർബിസൈഡ്. ആനുവൽ അതേപോലെ പെരിനിയൽ വീഡ്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെർബിസൈഡ് ആണ് ഡൈകാംബ അല്ലെങ്കിൽ 2-methoxy-3,6 ഡൈക്ലോറോബെൻസോയിക് ആസിഡ്. സോ ഹിയർ ദ എക്സാമ്പിൾ ഓഫ് സൈറ്റോകൈനിൻ ഏതാണ്? ദ ഓപ്ഷൻ സി ഡൈഹൈഡ്രോസിയാറ്റിൻ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഡൈഹൈഡ്രോസിയാറ്റിൻ. Now നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Second question is the active site of Rubisco contain dash ion. Option A magnesium, option B potassium, option C copper and option D zinc. അപ്പം നമ്മുടെ റുബിസ്കോ എൻസൈമിന് ആക്റ്റീവ് സൈറ്റിൽ ഏത് അയോൺ ആണ് ഉള്ളതെന്നാണ് ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളത്. റുബിസ്കോ അതായത് റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്ന് പറയുന്ന എൻസൈം ആക്ടിവേറ്റ് ആകാനായിട്ട് ഫ്യൂ സ്റ്റെപ്സ് ഉണ്ട്. ആക്ടിവേഷൻ സ്റ്റെപ്പ് നടക്കുന്നത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ ലാർജർ സബ് യൂണിറ്റിലാണ്. ആൻഡ് ഇതാണ് റുബിസ്കോ എൻസൈമിന്റെ ലാർജർ സബ് യൂണിറ്റ്. ഓക്കെ, ലാർജർ സബ് യൂണിറ്റിൽ 470 അമിനോ ആസിഡ് ലോങ് സീക്വൻസ് ഉണ്ട്. ഈ 470 അമിനോ ആസിഡ് ലോങ് സീക്വൻസിന്റെ 201ാമത്തെ അമിനോ ആസിഡ് ആണ് ലൈസീൻ. ലൈസീൻ ആണ് 201ാമത്തെ അമിനോ ആസിഡ്. ഈ ലൈസീൻ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. കാർബൺ ഡയോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇറ്റ് ഫോംസ് എ കാർബമേറ്റ്. കാർബമേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അയോൺ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ അയോൺ ഇസ് Mg2+ അയോൺ. മാഗ്നീഷ്യം അയോൺ ആണ് അവിടെ ബൈൻഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഡയഗ്രാമിൽ നോക്കിയാൽ കാണാം, ദ ഗ്രീൻ കളർ. ദിസ് ഇസ് ദ മാഗ്നീഷ്യം അയോൺ. മാഗ്നീഷ്യം അയോൺ ബൈൻഡ് ചെയ്താലാണ് റുബിസ്കോ ആക്റ്റീവ് ആകുള്ളൂ, ദ ആക്റ്റീവ് ഫോം ഓഫ് റുബിസ്കോ. ആൻഡ് അപ്പം നമ്മുടെ റുബിസ്കോ എൻസൈമിന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അയോൺ വേണം. അതിന്റെ ആക്റ്റീവ് സൈറ്റിലുള്ള അയോൺ ആണ് magnesium ion. So the answer is option A. Now അടുത്ത question നോക്കാം. Which is the oldest carbon-14 dated seed that has grown into a viable plant? അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നെല്ലുംബോ ന്യൂസിഫറ, ആർക്കിയോഫ്രക്ടസ് ലിയോണൻജെനസിസ്, മൈക്കീലിയ ചമ്പക, സിലനി, സ്റ്റിനോഫില. Now നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എന്താന്ന് വെച്ചാൽ ഈ സെലനി സ്റ്റിനോഫില എന്ന് പറയുന്നത് ഒരു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. ഈ പ്ലാന്റിന്റെ സീഡ്സിനെ റിക്കവർ ചെയ്താണ് പിന്നീട് ഈ പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്തത്. എവിടെ നിന്നാണ് ഈ പ്ലാന്റിന്റെ സീഡ്സ് കിട്ടിയതെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് ബേസിക്കലി ഒരു ആർട്ടിക് റീജിയനിൽ വളരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. ദാറ്റ് ഇസ് നേറ്റീവ് ടു സൈബീരിയ. സൈബീരിയയിൽ കാണുന്ന ഒരു ചെടിയായിരുന്നു. ആൻഡ് ദിസ് പ്ലാന്റ് ബിലോങ് ടു ദി ഫാമിലി കാരിയോഫിലേസിയെ. ഇവിടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പ്ലാന്റ് എക്സ്റ്റിങ്ക്റ്റ് ആയായിരുന്നു. ആൻഡ് ഡ്യൂറിങ് ദ സ്റ്റഡി ഒരു 60,000 സീഡ്സ് റിക്കവർ ചെയ്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വന്നു. അതായത് ആർട്ടിക്കില് തണുപ്പ് കൂടുമ്പോൾ സർട്ടൻ സ്ക്വിറൽസ് ഹൈബർനേഷന് പോകും. അതായത് തണുപ്പ് ടൈമിൽ അവർ ഹൈബർനേറ്റ് ചെയ്യാൻ പോകും. ഈ ഹൈബർനേറ്റ് ചെയ്യുന്നത് 38 മീറ്റർ താഴ്ചയുള്ള ബറോസിലാണ്. അപ്പൊ ഈ ബറോസിൽ നിന്നുമാണ് ഈ പറയുന്ന 60 ലക്ഷം ഫ്രോസൺ ആയിട്ടുള്ള സീഡുകൾ, സെലിനി സ്റ്റീനോഫിലയുടെ സീഡുകൾ ഐഡന്റിഫൈ ചെയ്തെടുത്തത്. അപ്പോ ഈ സ്കുറലുകൾക്ക് ഈ സീഡുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അവര് ഹൈബർനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ മേ ബി ഈ ഫ്രൂട്ടോ സീഡോ കൊണ്ടുപോയിട്ടാണ് സർവൈവ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ആ ടൈമിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഫ്രൂട്ടിന്റെ സീഡ്സ് ഇവരുടെ ബറോയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ബറോയിൽ നിന്നാണ് സെലിനി സ്റ്റീനോഫിലയുടെ 60 ലക്ഷത്തോളം സീഡ്സ് റിക്കവർ ചെയ്തത്. ഈ 60 ലക്ഷം സീഡിൽ നിന്നും ആകെ 3 സീഡുകൾ മാത്രമേ വയബിൾ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഫെർട്ടൈൽ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഇൻഫെർട്ടൈൽ ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ 3 സീഡുകളിൽ മാത്രമാണ് പ്ലാസെന്റൽ ടിഷ്യൂ കിട്ടിയത്. ബാക്കി എല്ലാത്തിന്റെയും പ്ലാസെന്റൽ ടിഷ്യൂ ഡാമേജ് ആയി പോയിരുന്നു. ആകെ 3 എണ്ണത്തിൽ നിന്ന് മാത്രമേ പ്ലാസെന്റൽ ടിഷ്യൂ കിട്ടിയത്. ഈ പ്ലാസെന്റൽ ടിഷ്യൂ കിട്ടിയ 3 സീഡ്സിനെയും ഇൻവിട്രോ കണ്ടീഷൻ വഴി, അതായത് ടിഷ്യൂ കൾച്ചർ വഴി ഗ്രോ ചെയ്ത് ഒരു പ്ലാന്റ് ആക്കി ഡെവലപ്പ് ചെയ്തു. ആൻഡ് ആ പ്ലാന്റിനെ ഗ്രോ ചെയ്തതിന് ശേഷം ദേ പ്രൊഡ്യൂസ്ഡ് ഫ്ലവർ. ആ ഫ്ലവേഴ്സിൽ നിന്ന് പിന്നെ സീഡ് പ്രൊഡ്യൂസ് ചെയ്തു. ആ സീഡ്സ് വയബിൾ ആയിട്ടുള്ള പ്ലാന്റുകളെ പ്രൊഡ്യൂസ് ചെയ്തു. എഗെയിൻ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു ഫെർട്ടൈൽ ആയിട്ടുള്ള കണ്ടീഷനിൽ. ആൻഡ് ദ പ്ലാന്റ് കുഡ് ബി റിക്കവേർഡ് എഗെയിൻ. പിന്നെയും ആ പ്ലാന്റിനെ റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ കാർബൺ 14 ഡേറ്റഡ് സീഡ്സ് വഴി ഒരു വയബിൾ പ്ലാന്റിനെ ഗ്രോ ചെയ്തെടുത്തത് സെലിനി സ്റ്റീനോഫില എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. കാർബൺ ഡേറ്റിംഗ് വഴി കണ്ടുപിടിച്ചത് എന്താണ്? ഇത് 31,800 ഇയേഴ്സ് മുമ്പ് സർവൈവ് ചെയ്തൊരു പ്ലാന്റ് ആണ്. അത്രയും ഓൾഡ് പ്ലാന്റ് ആണ്. 2007 ഈ സീഡ്സിനെ ഇവര് ഐഡന്റിഫൈ ചെയ്തതും റിക്കവർ ചെയ്തതും. 3 ഫെർട്ടൈൽ ആയിട്ടുള്ള സീഡുകളാണ് 60 ലക്ഷം സീഡുകളിൽ നിന്ന് കിട്ടിയത്. ആൻഡ് അത് ഈ 3 സീഡിൽ നിന്നും ഇൻവിട്രോ കണ്ടീഷൻ വഴി പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്ത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫ്ലവേഴ്സ് ഫെർട്ടൈൽ ആയിട്ടുള്ള സീഡ് പ്രൊഡ്യൂസ് ചെയ്തു. എഗെയിൻ ഈ പ്ലാന്റിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ദിസ് ഇസ് ദ പിക്ചർ ഓഫ് സെലിനി സ്റ്റീനോഫില. ആൻഡ് ഇത് 2007 റീജനറേറ്റ് ചെയ്ത് വന്ന ഒരു പ്ലാന്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ഡി, സെലിനി സ്റ്റീനോഫില. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 7. Which among the following is used for polymerization agent in page? Polyacrylamide gel electrophoresis polymerization യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അമോണിയം പെർസൾഫേറ്റ്, സോഡിയം ഡോഡസൈൽ സൾഫേറ്റ്, മെർക്യാപ്റ്റോ എത്തനോൾ ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഓപ്ഷനിലുള്ളത്. നമുക്ക് ആദ്യം സോഡിയം ഡോഡസൈൽ സൾഫേറ്റ് നോക്കാം. സോഡിയം ഡോഡസൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ആനയോണിക് ഡിറ്റർജന്റ് ആണ്. ആനയോണിക് ഡിറ്റർജന്റ് ആണ്. അത് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീനിനെ ഡീനേച്ചർ ചെയ്യും. ആൻഡ് ഡീനേച്ചർ ചെയ്തതിന് ശേഷം ആൻഡ് ഇറ്റ് അൺഫോൾഡ്സ് ദ പ്രോട്ടീൻ. ഒരു എന്താ പറയാ, ഒരു നോർമൽ ലീനിയർ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഒക്കെ കൊടുക്കും. ആൻഡ് എഗെയിൻ ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്. പ്രോട്ടീനിന് നെറ്റ് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നതും ഈ പറയുന്ന സോഡിയം ഡോഡസൈൽ സൾഫേറ്റ് ആണ്. ഇനി അടുത്തത് മെർക്യാപ്റ്റോ എത്തനോൾ ആണ്. മെർക്യാപ്റ്റോ എത്തനോളിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീനിന് ചിലപ്പോൾ സെക്കൻഡറി സ്ട്രക്ചറും ടെർഷ്യറി സ്ട്രക്ചറും ഒക്കെ ഉണ്ടാവും. സെക്കൻഡറി സ്ട്രക്ചർ ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഒക്കെ ഉണ്ടാവും. ഈ സ്ട്രക്ചറിൽ നിന്നും ഡൈസൾഫൈഡ് ബോണ്ടിനെ റിമൂവ് ചെയ്യുന്ന ഒരാളാണ് ബീറ്റ മെർക്യാപ്റ്റോ എത്തനോൾ. ഇപ്പൊ ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2
സൾഫൈഡ് ബോണ്ടുകളാണ് ഇപ്പം പ്രോട്ടീനിനെ ലിങ്ക് ചെയ്ത് പിടിക്കുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബീറ്റ മെർക്കാപ്റ്റോ എത്തനോൾ ഈ ഡൈസൾഫൈഡ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയാ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ ബീറ്റ മെർക്കാപ്റ്റോ എത്തനോൾ വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഡൈസൾഫൈഡ് ബോണ്ടൊക്കെ പോകും. ആൻഡ് ദെൻ സോഡിയം ഡൈസൈൽ സൾഫേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡീനേച്ചേർഡ് ആയിട്ടുള്ള അൺഫോൾഡഡ് പ്രോട്ടീൻ കിട്ടും വിത്ത് നെറ്റ് നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇവിടെ പ്രോട്ടീൻ സെപ്പറേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ആണ്. നെഗറ്റീവ് ചാർജ് ആണല്ലോ മൊത്തത്തിൽ, ചാർജ് ബേസ്ഡ് സെപ്പറേഷൻ അല്ല പേജിൽ വരുന്നത്, സ്ട്രക്ചർ ആൻഡ് സൈസ് ബേസ്ഡ് ആയിട്ടുള്ള സെപ്പറേഷൻ ആണ് വരുന്നത്. ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് അമോണിയം പെർസൾഫേറ്റ്. അപ്പോൾ നമ്മുടെ പേജിൽ പോളിമറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അമോണിയം പെർസൾഫേറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ടെമഡും യൂസ് ചെയ്യും ഫോർ പോളിമറൈസേഷൻ. അപ്പൊ നമ്മുടെ ജെല്ല് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അമോണിയം പെർസൾഫേറ്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് ജീനോം സൈസ് ഇസ് സീൻ ഇൻ ഇക്കോളൈ, ഹെലിക്കോബാക്ടർ പൈലോറി, കാർസൊനെല്ല റൂഡി ആൻഡ് സെക്കാരോമൈസീസ് സെർവീസിയം. നമ്മുടെ ഇവിടത്തെ ആൻസർ സ്മോളസ്റ്റ് ജീനോം എന്ന് പറയുന്നത് കാർസൊനെല്ല റൂഡി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയമാണ്. ദാറ്റ് ഇസ് എൻഡോസിംബയോൺ. ഓർഗാനിസത്തിന്റെ അകത്ത് പോസിറ്റീവായിട്ട് സർവൈവ് ചെയ്യുന്ന ഒരു ഒബ്ലിഗേറ്റ് ബാക്ടീരിയൽ എൻഡോസിംബയോണ്ട് ആണ് കാർസൊനെല്ല റൂഡി. ആൻഡ് ഇതിന്റെ ജീനോം സൈസ് എന്ന് പറയുന്നത് 1,73,904 ബേസ് പെയർ ലോങ് ആണ്. ദിസ് ഇസ് ദ സ്മോളസ്റ്റ് ജീനോം സൈസ്. ബാക്ടീരിയ ആയതുകൊണ്ട് ഇറ്റ്സ് എ സ്മോളസ്റ്റ് ജീനോം സൈസ്. നൗ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹ്യൂമൻ ക്രോമോസോം ഹാസ് ഹയസ്റ്റ് നമ്പർ ഓഫ് ജീൻ? നമ്മൾക്ക് എക്സ് ക്രോമോസോം ഉണ്ട്, വൈ ക്രോമോസോം ആൻഡ് ക്രോമോസോം 1 ആൻഡ് ക്രോമോസോം 8. ഹ്യൂമന്റെ കൺസിഡർ ചെയ്യാൻ നേരത്ത് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്രോമോസോം ഉള്ളത് ക്രോമോസോം 1-ലാണ്. ആൻഡ് ദാറ്റ് ഇസ് 4,220 ജീൻസ് ആണ് ക്രോമോസോം 1-ലുള്ളത്. ആൻഡ് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ജീൻസ് ഉള്ളത് വൈ ക്രോമോസോമിലാണ്. ദാറ്റ് ഇസ് 344 ജീൻസ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ക്രോമോസോം 1. Now നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 10. A human with an karyotype that is 48 chromosome XXXY is an example of Turner syndrome, Klinefelter syndrome, Down syndrome and triple X syndrome. അപ്പോൾ നമുക്ക് ടെർണർ സിൻഡ്രോം ആദ്യം നോക്കാം. അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കാരിയോടൈപ്പ്, ഹ്യൂമൻ കാരിയോടൈപ്പില് 48 ക്രോമോസോം ഉണ്ട്. അതില് സെക്സ് ക്രോമോസോമില് XXXY കണ്ടീഷൻ ആണ് കാണിക്കുന്നത്. നോർമലി ഹ്യൂമൻ കാരിയോടൈപ്പിൽ എത്ര ക്രോമോസോം ഉണ്ട്? 46 ക്രോമോസോം ആണ് ഹ്യൂമൻ കാരിയോടൈപ്പിൽ ഉള്ളത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 48 ക്രോമോസോം, ദാറ്റ് ഇസ് XXXY കണ്ടീഷൻ ആണ് ഉള്ളത്. നമുക്ക് ആദ്യം ടെർണർ സിൻഡ്രോം നോക്കാം. ടെർണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ 1 ഓഫ് ദി എക്സ് ക്രോമോസോം ഇസ് മിസ്സിംഗ്, അങ്ങനെ കണ്ടീഷൻ ആണ് ടെർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോ ടെർണർ സിൻഡ്രോമിൽ നമുക്ക് X0 എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ആൻഡ് ഹിയർ ദ നമ്പർ ഓഫ് ക്രോമോസോം അല്ലെങ്കിൽ കാരിയോടൈപ്പിൽ ഉണ്ടാകുന്നത് 45 ക്രോമോസോംസ് ആയിരിക്കും. നൗ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം ആണ് അടുത്തത്. ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയാൻ നേരത്ത് there will be an extra X chromosome in male. അപ്പൊ ഇവിടെ XXY കണ്ടീഷൻ ആണ്. ആൻഡ് ഹിയർ there will be 47 chromosome in Klinefelter syndrome. അടുത്തത് ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അബ്നോർമൽ സെൽ ഡിവിഷൻ കാരണം ഉണ്ടാവുന്നതാണ്. ആൻഡ് ക്രോമോസോം 21-ല് an എക്സ്ട്രാ അല്ലെങ്കിൽ പാർഷ്യൽ കോപ്പി ഓഫ് ക്രോമോസോം 21 ആയിരിക്കും ഉണ്ടാവുന്നത്. എക്സ്ട്രാ ഫുൾ കോപ്പി അല്ലെങ്കിൽ പാർഷ്യൽ കോപ്പി ഓഫ് ക്രോമോസോം 21 ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ക്രോമോസോം 21-ന്റെ എക്സ്ട്രാ 1 ഉണ്ടാകും. അപ്പൊ ഇവിടെ 47 ക്രോമോസോം ആയിരിക്കും ഡൗൺ സിൻഡ്രോമിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഇസ് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം. ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത് ഫീമെയിൽസിൽ ഒരു എക്സ്ട്രാ എക്സ് ക്രോമോസോം വരുന്നതിനെയാണ് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവിടെയും 47 ക്രോമോസോമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? 48 ക്രോമോസോം വിത്ത് XXXY കണ്ടീഷൻ ആണ്. അപ്പൊ
നമ്മുടെ 4 ഓപ്ഷനും ഇതിനെ മാച്ച് ചെയ്യുന്നില്ല. ഈ 48XXXY എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് XXXY സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് XXXY സിൻഡ്രോം. അപ്പൊ ഇവിടെ കാരിയോടൈപ്പിൽ 48 ക്രോമോസോം ഉണ്ടാകും. ആൻഡ് ഇൻ കേസ് ക്വസ്റ്റ്യനിൽ XXY ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇസ് ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. ആൻഡ് നമുക്ക് പറയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന്. ബട്ട് ഇവിടെ 48 ക്രോമോസോം തന്നിട്ടുണ്ട്, XXXY കണ്ടീഷൻ തന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി XXXY സിൻഡ്രോം. അപ്പൊ നൺ ഓഫ് ദി ഓപ്ഷൻസ് മാച്ച്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ടാണ് ഓപ്ഷൻ ഉള്ളത്. നൺ ഓഫ് ദി ആൻസർ ഇസ് കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഇസ് 11th ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഫംഗൽ ടോക്സിൻസും അതേപോലെ ഫംഗൽ സ്പീഷീസും തന്നിട്ടുണ്ട്. ഏതാണെന്ന് കറക്റ്റ് മാച്ച് ചെയ്യണം. സോ ഓപ്ഷൻ സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. സെറ്റ് എയിലെ എ ആണ് ഫ്യൂമിനോസിൻ. ഫ്യൂമിനോസിൻ എന്ന് പറയുന്നത് ഫ്യൂസേറിയം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എ മാച്ചസ് വിത്ത് 4. ഇനി അടുത്തത് അഫ്ലാടോക്സിൻ ആണ്. വി നോ ദാറ്റ് അഫ്ലാടോക്സിൻ is produced by Aspergillus flavus, so B match with 1. Ergotoxin അറിയാം, that is produced by Claviceps, so the answer is the ergotoxin C matches with 2. And mushroom toxin is produced by Amanita phalloides, that is option D match with 3. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ആൻസർ ഓപ്ഷൻസിൽ ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എ ദാറ്റ് ഈസ് ഫ്യൂമിനോസിൻ മാച്ച് വിത്ത് ഫ്യൂസേറിയം, ബി അഫ്ലാടോക്സിൻ മാച്ച് വിത്ത് ആസ്പെർജില്ലസ് ഫ്ലേവസ്, സി എർഗോടോക്സിൻ മാച്ച് വിത്ത് ക്ലാവിസെപ്സ്, ആൻഡ് ഓപ്ഷൻ ഡി മഷ്റൂം ടോക്സിൻ മാച്ച് വിത്ത് അമാനിറ്റ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 12. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇവിടെ എ നോക്കിക്കഴിഞ്ഞാൽ ക്ലാം കണക്ഷൻസ് ആർ സീൻ ഇൻ ബെസിഡിയോമൈക്കോട്ട. അപ്പോൾ ജനറലി ഫംഗൽ ഹൈഫ എടുക്കുവാണെങ്കിൽ അഡ്ജസൻറ്റ് സെല്ലിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ സർട്ടൻ സ്ട്രക്ചർ. ഓക്കെ, ഈ സെല്ലിൽ നിന്നുള്ള ന്യൂക്ലിയസ് ചിലപ്പം ഇതിലൂടെ പാസ് ചെയ്ത് അഡ്ജസൻറ്റ് സെല്ലിലേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള സൈറ്റോപ്ലാസ്മിക് എക്സ്ചേഞ്ചിനും ന്യൂക്ലിയർ എക്സ്ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാമ്പ് കണക്ഷൻ ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ബെസിഡിയോമൈക്കോട്ട. അടുത്തത് ഡോളിപോർ സെപ്റ്റം ഇസ് പ്രസന്റ് ഇൻ ബെസിഡിയോമൈക്കോട്ട. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയും സെല്ലിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് സെപ്റ്റ പ്രസന്റ് ആണ്. അപ്പൊ സെപ്റ്റയിൽ ചെറിയൊരു പോർ ഉണ്ട്. ദർ ഇസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ സെപ്റ്റ. ആ പോറിന്റെ അവിടെ സെപ്റ്റത്തിന് എന്താ പ്രത്യേകത? ഒരു സ്വളൻ സെപ്റ്റ ആയിരിക്കും ഉണ്ടാവുന്നത്. ദിസ് ഇസ് സ്വളൻ സ്ട്രക്ചർ. ആൻഡ് ഇതിനെ കവർ ചെയ്തുകൊണ്ട് ദർ ഇസ് എ മെംബ്രെയിൻ നോൺ ആസ് പാരന്തസോം. അപ്പൊ ഇങ്ങനത്തെ ഒരു എൻറ്റയർ സ്ട്രക്ചർ ആണ് നമ്മുടെ ഡോളിപോർ സെപ്റ്റത്തിനുള്ളത്. ആൻഡ് ദിസ് ഇസ് പ്രസന്റ് ഇൻ ബെസിഡിയോമൈക്കോട്ട. സോ ഓപ്ഷൻ ബി ഇസ് ഓൾസോ കറക്റ്റ്. ഫെയറി റിംഗ്സ് ആർ ഫോംഡ് ബൈ അഗാരിക്കസ്. നമ്മുടെ ഹൈഫെ ചിലപ്പോൾ ഒരു റിംഗ് ലൈക്ക് ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡിയും ഇതേപോലെ ഹൈഫയുടെ റിംഗ് ലൈക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. എക്സാക്ട് ഒരു റിംഗ് അല്ല, ഓൾമോസ്റ്റ് ഈ റിംഗ് ലൈക്ക് സ്ട്രക്ചറിൽ വരും. ആൻഡ് ഇതിനെയാണ് ഫെയറി റിംഗ്സ് എന്ന് പറയുന്നത്. ഫെയറി റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനസ് ആണ് അഗാരിക്കസ്. അഗാരിക്കസ് ഫോംസ് ഫെയറി റിംഗ്സ്. ഇനി അടുത്തത് ജീനസ് പില്ലോബോളസ് ബിലോങ് ടു ആസ്കോമൈക്കോട്ട. പില്ലോബോളസ് ആസ്കോമൈക്കോട്ടയിലല്ല, സൈഗോമൈക്കോട്ടയിലാണുള്ളത്. സോ ദ ഓപ്ഷൻ ഇസ് റോങ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് റോങ് ഓപ്ഷൻ ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തത് ക്ലാഡോണിയ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഫോളിയോസ് ലൈക്കൻ. എക്സാക്ട്ലി ക്ലാഡോണിയ എന്ന് പറയുന്നത് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ ആണ്, ഫോളിയോസ് ലൈക്കൻ അല്ല. ഹിയർ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. Isidia is an asexual reproductive structure. That is right. Soridia is a sexual reproductive structure. അത് wrong ആണ്. Soridia is also an asexual reproductive structure. Now അടുത്തത് Cyanophycophilus lichen has green algae as phycobiont. അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ സയാനോ എന്നുണ്ട്. സയാനോ മീൻസ് ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ്.
ഇവിടെ cyanophycophilous എന്ന് പറയുമ്പോൾ lichen must have blue green algae as phycobion, not green algae. This statement is also wrong. അപ്പോൾ ഇവിടെ ആകെ കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ വരുന്നത് ബി ഓപ്ഷൻ ആണ്. Isidia is an asexual reproductive structure of lichen. So നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. That is question number 15. Which among the following statement is correct about algae? Branched filaments are seen in Zygneuma. Edogonium thallus is branched. Branched thallus is present in Cladophora. Thallus is branched in Ulothrix. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എയില് branched filaments are seen in Zygneuma. ഇത് സൈഗ്നിമയുടെ ഒരു ഡയഗ്രാം ആണ്. നമുക്ക് ഇവിടെ ബ്രാഞ്ചസ് ഒന്നും കാണാൻ ഒക്കുന്നില്ല. ബട്ട് ഇറ്റ് ഇസ് ഫിലമെന്റസ് ആൽഗെ. ഇപ്പൊ ഫിലമെന്റസ് ആയിട്ടുള്ള അൺബ്രാഞ്ച്ഡ് ആൽഗിയാണ് സൈഗ്നിമ. So the statement is wrong. Edogonium thallus is branched. This is Edogonium. And ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താലസിലെ ബ്രാഞ്ചസ് ഒന്നും കാണാൻ ഒക്കുന്നില്ല. So Edogonium thallus is branched എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് wrong ആണ്. Branched thallus is present in Cladophora. This is Cladophora. ഇവിടെ നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ കാണാം അല്ലെ, നല്ലപോലെ ബ്രാഞ്ച് ചെയ്തിട്ടുണ്ട്. And branched filamentous thallus ആണ് Cladophora ഉള്ളത്. Branched thallus is present in Cladophora is the right statement. Thallus is branched in Ulothrix. ഇവിടെ ഉളോത്രിക്സിന്റെ ഡയഗ്രാം ആണ്. ഇവിടെയും ബ്രാഞ്ചസ് ഒന്നും ഒക്കെ അറിയുന്നില്ല. സോ ഉളോത്രിക്സ് ഇസ് ഓൾസോ ആൻ അൺബ്രാഞ്ച്ഡ് ഫിലമെന്റസ് ആൽഗെ. അപ്പൊ ഇതും സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് സി ആണ്. ദാറ്റ് ഇസ് branched thallus is present in Cladophora. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. സെറ്റ് എ ആൻഡ് സെറ്റ് ബി ഉണ്ട്. ആൽഗയിൽ ഫോം ചെയ്യുന്ന സർട്ടൻ സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഹോർമഗോണിയ ആണ്. ഹോർമഗോണിയ എന്ന് പറയുന്നത് നമ്മുടെ സൈനോഫൈസി അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയിൽ വരുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇറ്റ്സ് എൻ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെക്കാനിസം. അതായത് താലസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്മോൾ സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആകും അല്ലെങ്കിൽ സ്മോൾ ഫിലമെന്റ്സ് ആകും. ഈ ഫിലമെന്റ്സ് പിന്നെ സെൽ ഡിവിഷൻ വഴി ന്യൂ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും അല്ലെങ്കിൽ ന്യൂ താലസ് ആയിട്ട് ഫോം ചെയ്യും. സൈനോഫൈസിയിൽ കാണുന്നതാണ് ഹോർമഗോണിയ എന്ന് പറയുന്ന സ്ട്രക്ചർ. ആൻഡ് നമ്മുടെ സെറ്റ് ബിയിൽ സൈനോഫൈസിയെ ആയിട്ട് വരുന്നത് ലിംബയയാണ്. ലിംബയയിലാണ് ഹോർമഗോണിയ ഫോർമേഷൻ വരുന്നത്. അപ്പം എ മാച്ച് വിത്ത് 2. അടുത്തത് അമൈലം സ്റ്റാർ ആണ്. അമൈലം സ്റ്റാർ എന്ന് പറയുന്നത് ഒരു മൾട്ടി സെല്ലുലാർ അഗ്രിഗേഷൻ ആണ്. സ്റ്റാർ ഷേപ്ഡ് മൾട്ടി സെല്ലുലാർ അഗ്രിഗേഷൻ. ഇവിടെ ഈ സ്റ്റാറിന്റെ അകത്ത് they fill starch. ഈ അമൈലം സ്റ്റാർ എന്ന് പറയുന്നത് ജനറലി കാരയിലാണ് കാണുന്നത്. സോ ബി മാച്ച് വിത്ത് 4. ഇനി അടുത്തത് സി, ദാറ്റ് ഇസ് ടെട്രാസ്പോർ. ടെട്രാസ്പോർ എന്ന് പറയുന്നത് ഒരു അസെക്ഷുവൽ സ്പോർ ആണ്. ഈ അസെക്ഷുവൽ സ്പോർ ആയ ടെട്രാസ്പോർ എപ്പോഴും 4 സ്പോറിന്റെ ഗ്രൂപ്പാണ്. അതുകൊണ്ടിട്ടാണ് ടെട്രാസ്പോർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഫൗണ്ട് ഇൻസൈഡ് എ സ്ട്രക്ചർ നോൺ ആസ് ടെട്രാസ്പൊറാഞ്ചിയം. ടെട്രാസ്പൊറാഞ്ചിയത്തിന്റെ അകത്ത് ടെട്രാസ്പോർസ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ റെഡ് ആൽഗെ. റെഡ് ആൽഗയുടെ ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ആണ് ഈ ടെട്രാസ്പൊറാഞ്ചിയം. അതിൽ കാണുന്ന ടെട്രാസ്പോർ. സോ നമ്മുടെ സെറ്റ് ബിയിലെ റെഡ് ആൽഗെ എന്ന് പറയുന്നത് പോളിസൈഫോണിയയാണ്. ആൻഡ് സി മാച്ച് വിത്ത് 1. ഇനി അടുത്തത് ഡി ആണ്, സിൻസൂസ്പോർ. മൾട്ടിഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് സൂസ്പോറിനെയാണ് സിൻസൂസ്പോർ എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് സീനോസ്പോർ ആൻഡ് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ വൗച്ചേരിയ. ഡി മാച്ച് വിത്ത് 3. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ബി. എ എന്ന് പറയുന്നത് ഹോർമഗോണിയ മാച്ചസ് വിത്ത് ലിംബയ. ബി അമൈലം സ്റ്റാർ മാച്ച് വിത്ത് കാര. സി ടെട്രാസ്പോർ മാച്ച് വിത്ത് പോളിസൈഫോണിയ. ആൻഡ് സിൻസൂസ്പോർ മാച്ച് വിത്ത് our very own Vaucheria. So the answer is option B. Scientific officer biology യുടെ zoology part MCQs ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. First question, which of the following primary coordinate characters are not lost even after retrogressive metamorphosis in Asidia? ഇവിടെ നമ്മൾ അറിയേണ്ടത് retrogressive metamorphosis ആണ്. അത് നടക്കുന്നത് Asidia. Asidia വരുന്നത് യൂറോകോഡേറ്റയിലാണ്. യൂറോകോഡേറ്റ. നോർമൽ മെറ്റാമോർഫോസിസ് എല്ലാവർക്കും അറിയാലോ. വളരെ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ഫ്രോഗ് ആണ്. അതിന്റെ ലാർവൽ ഫോം ടാഡ്പോള് മെറ്റാമോർഫോസിസ് സംഭവിച്ചു. അതായത് കുറച്ച് ഫീച്ചേഴ്സ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് വേറെ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നു.
മെറ്റാമോർഫോസിസ് സംഭവിച്ചു, അഡൽട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നു. പക്ഷെ അസീഡിയയുടെ കേസിൽ റെട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ് ആണ്. അതായത് അവിടുത്തെ ലാർവ വളരെ ആക്റ്റീവ് ആണ്. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ലാർവയിൽ വരുന്നുണ്ട്, കോർഡേറ്റ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ലാർവ മെറ്റാമോർഫോസിസ് സംഭവിക്കുമ്പോൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ലാർവ അഡൽട്ട് ഫോമിലേക്ക് സെഡൻഡറി ആയിട്ട് മാറുന്നു. മാത്രമല്ല പല ഫീച്ചേഴ്സ് ലാർവയിലുള്ള കോർഡേറ്റ് ഫീച്ചേഴ്സ് നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമറി കോർഡേറ്റ് ക്യാരക്ടേഴ്സ് ആർ നോട്ട് ലോസ്റ്റ് ഈവൻ ആഫ്റ്റർ റെട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ്? റെട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ് സംഭവിക്കുമ്പോൾ അസീഡിയയുടെ കേസിൽ ഏത് പ്രൈമറി കോർഡേറ്റ് ക്യാരക്ടർ ആണ് നഷ്ടപ്പെടാത്തത്? നോട്ട് ലോസ്റ്റ് ആണ് ചോദ്യം. സോ പ്രൈമറി കോർഡേറ്റ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? അതാണ് ഈ ഓപ്ഷൻസിലുള്ളത്. നോട്ടോകോഡ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ്. ഇതാണ് 3 പ്രധാനപ്പെട്ട കോർഡേറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് 3ഉം ലാർവയിൽ പ്രസന്റ് ആണ്. പക്ഷെ അഡൽട്ടില് 2 നഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഒരു കോർഡേറ്റ് ഫീച്ചർ മാത്രം അവിടെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ നഷ്ടപ്പെടാത്ത കോർഡേറ്റ് ക്യാരക്ടർ ഏതാന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ നോക്കിയ നോട്ടോകോഡ്, ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ്. ലാസ്റ്റ് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. റെട്രോഗ്രസീവ് മെറ്റാമോർഫോസിസ് സംഭവിക്കുമ്പോൾ നോട്ടോകോഡ് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്, ഡോർസൽ ട്യൂബുലാർ നെർവ് കോഡ് നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ റീറ്റെയിൻ ചെയ്യുന്നത് ഫാരിഞ്ചിയൽ ഗിൽ സ്ലിറ്റ് മാത്രമാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. The next question, which molluscan family is commonly referred to as tusk shell? ഓപ്ഷൻസിൽ വരുന്നത് പോളിപ്ലാക്കോഫോറ, സ്കാപ്പോഫോഡ, സോളിനോഗാസ്ട്രസ് ആൻഡ് കോഡോഫീറ്റ. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്കാപ്പോഫോഡ. സ്കാപ്പോഫോഡയാണ് ടസ്ക് ഷെൽ എന്നറിയപ്പെടുന്നത്. അതിന്റെ ഡയഗ്രാം ഒന്ന് കാണിക്കാം അല്ലെ. ഒരു ടസ്ക് പോലെയാണല്ലോ അത് കാണുന്നത്. സോ ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ടസ്ക് ഷെൽ. അത് വരുന്ന ക്ലാസ് മൊളസ്കൻ ആണ് ഫാമിലി. മൊളസ്കൻ ഫാമിലിയിൽ ക്ലാസ് ആണ് സ്കാപ്പോഫോഡ. കോമൺ നെയിം ആണ് ടസ്ക് ഷെൽ എന്ന് പറയുന്നത്. ബിക്കോസ് അതിന്റെ ഡയഗ്രാം നോക്കി ഇറ്റ് ലുക്സ് ലൈക്ക് എ ടസ്ക്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ മിസ്മാച്ചിങ് പെയർ? റോങ് പെയറിംഗ് ആണ് ചോദിക്കുന്നത്. ആൻഡ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതിൽ ആദ്യത്തെ നോക്കുക, IgG, ഇറ്റ് ക്യാൻ ക്രോസ് ദി പ്ലാസന്റ. അത് കറക്റ്റ് ആണ്. IgG പ്ലാസന്റ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത നോക്കുക, IgE ബൈൻഡ്സ് ടു മാസ്റ്റ് സെൽ. അതും കറക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ്, കറക്റ്റ് ആണ്. ആൻഡ് ഫൈനലി മൂന്നാമത്തത് IgA ബൈൻഡ്സ് ടു മാക്രോഫേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് റോങ് മാച്ചിങ് ആണ്. 3 അവിടെ റോങ് ആണ്. അപ്പൊ ഓപ്ഷൻസ് നോക്കുക, 1 and 2. രണ്ടാമത്തെ ഓപ്ഷൻ 2 and 3. ഓപ്ഷൻ സി 3 only. ഓപ്ഷൻ ഡി 1 only. ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 3 only ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. മാച്ച് ദി ഫോളോയിങ്. ഇതിൽ 2 സെറ്റ് കൊടുത്തിട്ടുണ്ട്. സെറ്റ് എ വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, സതേൺ പ്ലോട്ടിംഗ്, നോർത്തേൺ പ്ലോട്ടിംഗ്, ടാക് പോളിമറൈസ്. സെറ്റ് ബിയിൽ വന്നിരിക്കുന്നത് DNA, പ്രോട്ടീൻ, PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആൻഡ് RNA. ഇതില് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഇസ് യൂസ് ടു ഐഡന്റിഫൈ പ്രോട്ടീൻ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ദെൻ സതേൺ പ്ലോട്ടിംഗ് ആണെങ്കിലോ ഇറ്റ് ഈസ് യൂസ് ടു ഐഡന്റിഫൈ DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സതേൺ പ്ലോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. നോർത്തേൺ പ്ലോട്ടിംഗോ ഇസ് യൂസ് ടു ഐഡന്റിഫൈ RNA. ടാക് പോളിമറൈസ് the polymerase used in the PCR, polymerase chain reaction യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ടാക് പോളിമറൈസ്. സോ ഇവിടുത്തെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ അല്ലേ, A2, that is western blotting protein, B1 that is southern blotting DNA, C4 northern blotting RNA, ടാക് പോളിമറൈസ് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നത് എങ്ങനെ? PCR-ലേക്ക് D3. So here the right answer is option A. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is a component of coenzyme A? ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ റെറ്റിനോൾ, ഓപ്ഷൻ ബി പാൻറ്റോതെനിക് ആസിഡ്, ഓപ്ഷൻ സി പാരഡോക്സിൻ ആൻഡ് ഓപ്ഷൻ ഡി റെറ്റിനോയിക് ആസിഡ്. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പാൻറ്റോതെനിക് ആസിഡ് ആണ് ദ റൈറ്റ് ആൻസർ. പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വൈറ്റമിൻ ആണ്?
It is vitamin B5. B5 ആണ് pantothentic acid. അടുത്ത ചോദ്യം. The maternal effect gene products that regulate the production of anterior structures in Drosophila embryo. Drosophila embryoയുടെ anterior structures അത് റെഗുലേറ്റ് ചെയ്യുന്ന മെറ്റേണൽ ജീൻ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ബൈക്കോയിഡ് ആൻഡ് നാനോസ്, ഓപ്ഷൻ ബി ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക്, ഓപ്ഷൻ സി ബൈക്കോയിഡ് ആൻഡ് കൗഡൽ, ഓപ്ഷൻ ഡി നാനോസ് ആൻഡ് കൗഡൽ. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആന്റീരിയർ സ്ട്രക്ചേഴ്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് പ്രൊഡക്ട്സ് ആണ്, രണ്ട് ജീൻ പ്രൊഡക്ട്സ് ആണ് മെറ്റേണൽ ജീൻ പ്രൊഡക്ട്സ്, ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക്. ബൈക്കോയിഡ് ആൻഡ് ഹഞ്ച് ബാക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആന്റീരിയർ സ്ട്രക്ചേഴ്സ് ആണ്. ഈ ചോദ്യത്തിന്റെ ഒപ്പം തന്നെ പോസ്റ്റീരിയർ ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നേന് ഉത്തരമായിട്ട് വരുന്നത്? അതായത് ഇൻസ്റ്റെഡ് ഓഫ് ആന്റീരിയർ അവിടെ പോസ്റ്റീരിയർ ആയിരുന്നു ചോദ്യമെങ്കിൽ ഉത്തരം ഏത് വന്നേനെ? ഓപ്ഷൻ ഡി വന്നേനെ, നാനോസ് ആൻഡ് കൗഡൽ. നാനോസും കൗഡലും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡോർസോഫില എംബ്രിയോയുടെ പോസ്റ്റീരിയർ സ്ട്രക്ചേഴ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. The next question. The chromosomes are arranged at the metaphase plate by a process called option congression, centromere splitting, microtubule pulling, microtubule pushing. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. Congression is the right answer. അടുത്ത ചോദ്യം. Cladistic classification is based on option sequential order in which branches arise from a phylogenetic tree. രണ്ടാമത്തെ ഓപ്ഷൻ the order of sequence of divergence. Option C, morphological features of skeleton of individuals. Finally, option D, cellular organization and cytoskeleton. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. Cladistic classification is based on sequential order in which branches arise from a phylogenetic tree. The next question. Which area in human brain is concerned with the comprehension of speech? Options Broca's area, Wernicke's area, then അസോസിയേഷൻ ഏരിയ, ഹിപ്പോകാമ്പസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, വെർണിക്സ് ഏരിയ. ചോദ്യം എന്താണ്? കോംപ്രിഹെൻഷൻ ഓഫ് സ്പീച്ച്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ് ബ്രൊക്കാസ് ഏരിയ. അപ്പൊ അതും കൂടി ഒന്ന് നോക്കുക. ബ്രൊക്കാസ് ഏരിയ അത് സ്പീച്ച് പ്രൊഡക്ഷൻ ആണ്, സ്പീച്ച് പ്രൊഡക്ഷൻ. അതും കൂടി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ ഓഫ് റൈബോസോം. ചോദ്യം എങ്ങനെയാണ്? ലാർജ് സബ് യൂണിറ്റ് ഓഫ് യൂകാരിയോട്ടിക് റൈബോസോം കണ്ടെയ്ൻസ്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 23S rRNA, 18S rRNA and 33 protein. Option B 28S rRNA, 18S rRNA and about 50 proteins. Option C 28S rRNA, 5.8S rRNA, 5S rRNA and 50 protein. Option D 18S rRNA, 28S rRNA, 5.8S rRNA and 33 protein. ഇപ്പൊ ചോദ്യം യൂകാരിയോട്ടിക് റൈബോസോമിന്റെ ലാർജ് സബ് യൂണിറ്റ് ആണ്. ഹിയർ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 28S rRNA, 5.8S rRNA, 5S rRNA and 50 proteins. Option C is the right answer. The next question. Alveolar cells of the lung is derived from option ectoderm, mesoderm, endoderm, both ectoderm and mesoderm. ഇത് ഫേറ്റ് ഓഫ് ജേം ലെയർ ആ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. 3 ജേം ലെയേഴ്സ് ആണ്, എക്ടോഡോം, എൻഡോഡോം ആൻഡ് മീസോഡോം. അത് ഈ 3ൽ നിന്ന് ഫോം ചെയ്യുന്ന പാർട്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. ആൽവിയോളാർ സെൽസ് ഓഫ് ദി ലങ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എൻഡോഡോം. അടുത്ത ചോദ്യം. വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റെന്റ് ഓഫ് എസിമെട്രി ആൻഡ് ഡയറക്ഷൻ. ഓപ്ഷൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീഡിയൻ, സ്ക്യൂനെസ്, വേരിയൻസ്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്ക്യൂനെസ്. സ്ക്യൂനെസ് മീൻസ് it's the measurement of lack of symmetry. It's the measurement of lack of symmetry. അടുത്ത ചോദ്യം. GFP protein was originally isolated from. എന്താണ് ഈ GFP എന്ന് പറഞ്ഞാൽ? It is the green fluorescent protein. ഗ്രീൻ ഫ്ലൂറസെന്റ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിലെല്ലാം യൂസ് ചെയ്യുന്നതാണ് GFP, the green fluorescent protein. ഇത് ഒറിജിനലി ഐസൊലേറ്റ് ചെയ്തത് ഏത് ഓർഗാനിസത്തിൽ നിന്നാണ്? ഓപ്ഷൻ ഡോർസോഫില മെലനോഗാസ്റ്റർ, സി എലിഗൻസ്, അറാബിഡോപ്സിസ് താലിയാന, എക്വേറിയ വിക്ടോറിയ. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എക്വേറിയ വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആനിമൽ ആണ്? അത് ജെല്ലി ഫിഷ് ആണ്, ജെല്ലി ഫിഷ് ആണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഒമേഗ യൂണിറ്റ് ഓഫ് RNA polymerase? Option
cation binding, promoter binding, initiation and elongation, subunit association. So ഇത് molecular biology യിൽ RNA polymerase സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കുറെ സബ് യൂണിറ്റ്സ് ഉണ്ട്. അതിലൊരു സബ് യൂണിറ്റ് ആണ് ഒമേഗ. ഒമേഗയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് യൂണിറ്റ് അസോസിയേഷൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഫോളോയിങ് ആർ ദ കീ പോയിന്റ്സ് അബൌട്ട് ദി എഫക്ട് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ജനറ്റിക് ഡ്രിഫ്റ്റ് ക്യാൻ കോസ് ദി അല്ലീലിക് ഫ്രീക്വൻസി ടു ചേഞ്ച് ഇൻ എ പ്രീ ഡയറക്റ്റഡ് വേ. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തേത് എന്താണെന്ന് നോക്കാം. ജനറ്റിക് ഡ്രിഫ്റ്റ് സിഗ്നിഫിക്കന്റ് ഇൻ സ്മോൾ പോപ്പുലേഷൻ. അത് കറക്റ്റ് ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ പോപ്പുലേഷനിലാണ് അത് സംഭവിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ജനറ്റിക് ഡ്രിഫ്റ്റ് ക്യാൻ ലീഡ് ടു എ ലോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ വിത്തിൻ ദി പോപ്പുലേഷൻ. ദാറ്റ് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ നോക്കുക, ജനറ്റിക് ഡ്രിഫ്റ്റ് ക്യാൻ കോസ് ഹാർംഫുൾ അല്ലീൽസ് ടു ബിക്കം ഫിക്സ്ഡ്. സോ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ പോപ്പുലേഷനിലാണ് സംഭവിക്കുന്നത്. ഇറ്റ് ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ വിത്തിൻ പോപ്പുലേഷൻ. ഓൾസോ ഇറ്റ് ക്യാൻ കോസ് ദി ഹാർംഫുൾ അല്ലീൽസ് ടു ബിക്കം ഫിക്സ്ഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ശരി ഉത്തരം കൃത്യമായിട്ട് അറിയാലോ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 2, 3 and 4. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. Next question, an intellectual property protection granted under Indian law to the creators of original work is known as option A patent, option B trademark, option C copyright, option D copyleft. Here the right answer option C ആണ്. Copyright is the right answer. The next question, the maximum frequency of recombination that can occur between two locus. Option 25%, 50%, 75%, 100%. The right answer option B ആണ്. Maximum frequency of recombination that can occur between two locus is 50%. The Philadelphia chromosome. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. It's an example of gene amplification, a product of a reciprocal translocation. It causes retinoblastoma. It causes Burkitt's lymphoma. Here the right answer option B ആണ്. It is the product of reciprocal translocation. അത് ഏതൊക്കെ ക്രോമസോം ആണെന്ന് കൂടി നോക്കാം. റെസിപ്രോക്കൽ ട്രാൻസ്ലോക്കേഷൻ occurs between chromosome 9 and chromosome number 22. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 19. Nick translation is done by options DNA polymerase 1, kinase, DNA ligase, DNA polymerase 2. The right answer is option A. Nick translation is done by DNA polymerase 1. അടുത്ത ചോദ്യം, C4 epimer of D-glucose is options mannose, arabinose, allose, galactose. ആദ്യം എപ്പിമർ എന്താണെന്നുള്ള നോക്കാം. Epimers are two sugar that differ only in the configuration around one carbon atom. So രണ്ട് ഷുഗർ ഒരു കാർബൺ ആറ്റത്തിൽ മാത്രം ഒരു കോൺഫിഗറേഷൻ വ്യത്യാസം വരികയാണെങ്കിൽ അതിനെയാണ് എപ്പിമർ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡി ഗ്ലൂക്കോസിന്റെ എപ്പിമർ ഏതാണെന്നാണ്. C4 epimer of D-glucose. ഇപ്പൊ ലൊക്കേഷൻ തന്നിട്ടുണ്ട്, ഏത് കാർബൺ ആണെന്ന് തന്നിട്ടുണ്ട്, 4ാമത്തെ കാർബൺ. അതില് ഡി ഗ്ലൂക്കോസിന്റെ എപ്പിമർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറും ഗാലക്ടോസിന്റെ സ്ട്രക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഉത്തരം ഗാലക്ടോസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഗാലക്ടോസിന്റെ സ്ട്രക്ചർ മാത്രം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ മോണോസാക്കറൈഡ്സിന്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാലക്ടോസിന്റെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇതിലെ ഏത് കാർബണിലാണ്, എത്രാമത്തെ കാർബണിലാണ് കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നത്? കാരണം ഓൾറെഡി ചോദ്യത്തിൽ C4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ C4 4ാമത്തെ കാർബണിലാണ് കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നത്. 4ാമത്തെ കാർബൺ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അല്ലെ കോൺഫിഗറേഷനിൽ വ്യത്യാസം ഉണ്ടല്ലോ, HOH. അതാണ് ഇവിടെ വ്യത്യാസം വരുന്നത് കോൺഫിഗറേഷനിൽ. ബാക്കി 1, 2, 3, 5, 6 എടുത്താലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലെ. എല്ലാം ഒന്ന് നോക്കുക, എല്ലാം സെയിം കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ 4ാമത്തെ കാർബണിലാണ് കോൺഫിഗറേഷൻ വ്യത്യാസം വരുന്നത്. അപ്പൊ അതുകൊണ്ട് C4 epimer of D-glucose എന്ന് പറയുന്നത് ഉത്തരം ഗാലക്ടോസ് ആണ്. ഇതിൽ തന്നെ C2 epimer നമുക്കൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. C2 epimer ആണെങ്കിൽ ഉത്തരം മാനോസ് വന്നേനെ. ഇവിടെ മോണോസാക്കറൈഡ്സിന്റെ സ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബേസിക് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ബാക്കി എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് മാത്രം പഠിച്ചാൽ മതിയാകും. Thank you for watching the video.